Four things that you shouldn't tell during interviews. Number one, I don't know anything about the company. See, usually you get this question during the interviews. What do you know about our organization? So അവിടെ എനിക്കൊന്നും നിങ്ങളെക്കുറിച്ച് അറിയില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ എന്ന് പറയുന്നതിനേക്കാളും you have to have a good study about the company and then have a good answer for this question. This actually create a good impression during the interview. And number two, when there is questions about your career gap, don't tell ആരും എനിക്ക് ജോലി തന്നില്ല, ഞാൻ അപ്ലൈ ചെയ്തതെന്നൊക്കെ എനിക്ക് റിജക്ഷൻസ് കിട്ടി. സി മേ ബി യു ഹാഡ് എ പേഴ്സണൽ റീസൺ ഫോർ ദി ഗ്യാപ്പ്. അത് പറയുമ്പോഴത്തേക്കും യു ഹാവ് ടു പ്രസൻറ്റ് ഇൻ എ വേ ദാറ്റ് അതൊരു വീക്ക്നെസ് ആയി മാറാതെ ഹൗ യു ഇംപ്രൂവ്ഡ് യുവർ സെൽഫ്. മേ ബി യു ഹാവ് ഡൺ സം അപ് സ്കില്ലിംഗ്, ഒരു ഇൻറ്റേൺഷിപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. അതേപോലെ തന്നെ ലൈക്ക് കംഫർട്ട് സോണിൽ നിൽക്കാതെ പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള രീതിയിലേക്ക് വേണം ആ ഒരു ആൻസർ നിങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. And number three, when there are questions like why are you looking for new opportunity or why are you planning to change your previous company, do not speak negative about your boss as well as your company. And number four, നമ്മൾ ഇൻ്റർവ്യൂ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഹയറിംഗ് ടീം ദിൽ ആസ്ക് യു ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്. ഡോണ്ട് സേ നോ. ഓക്കെ, ആ ഒരു കമ്പനി ജോയിൻ ചെയ്യാൻ ക്യൂരിയോസിറ്റി കാണിക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. Until then, bye.